ഇത് റിപ്പോർട്ടൊന്നും ചെയ്യാതെ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും സ്കാമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഭയങ്കര ഒരു പ്രശ്ന പരിപാടിയാണ്. ഇവിടെ നമുക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും നമ്മളൊരു കൂട്ടം ഗ്രൂപ്പായി ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഈ ഒരു ത്രികോണം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ബർമുഡ ട്രയാങ്കിൾ, ഇലുമിനാറ്റി. ഇപ്പം ഇത് ഇങ്ങനെ കാണുമ്പോഴോ അങ്ങനെ ഒരു തോട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഈ പറയുന്ന MLMനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇത് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു മാനുഫാക്ചർ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ എത്തുന്നുണ്ടാവുക? ഒരു ഫാക്ടറി, അവിടുന്ന് ഒരു നാഷണൽ ഏജൻസി വാങ്ങിക്കുന്നു, അവിടുന്ന് ഓരോ സോണുകളിലെ ഏജൻസി വാങ്ങിക്കുന്നു, അവിടുന്ന് സ്റ്റേറ്റ് ഏജൻസികൾ വാങ്ങിക്കുന്നു, അവിടുന്ന് ഡിസ്ട്രിക്ട് ഏജൻസികൾ വാങ്ങിക്കുന്നു, അവിടുന്ന് ഹോൾസെയിൽ ഡീലേഴ്സ് വാങ്ങിക്കുന്നു, അവിടുന്ന് റീറ്റെയിലേഴ്സ് വാങ്ങിക്കുന്നു, അവിടുന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഉൽപ്പന്നം എത്തും. അങ്ങനെയല്ലാണ് ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്, അല്ലേ? അതേ സമയത്ത് ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണെങ്കിലോ ഒരു മാനുഫാക്ചറിൽ നിന്നും ഒരു ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു, അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ പോലെ നിങ്ങളുടെ കയ്യിലെത്തുന്നു, അവിടുന്ന് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തുന്നു. ഇതാണ് പ്രത്യക്ഷത്തിൽ ഒരു MLM എന്ന് പറയുന്നത്. പക്ഷേ ഈ ത്രികോണാകൃതിയിലുള്ള ഈ രീതിയിൽ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് പോകുന്നത്? അങ്ങനെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ടേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന MLM-ഉം അതുപോലെ തന്നെ മണി ചെയിനൊക്കെ ഇല്ലീഗലാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. MLM അല്ല, മണി ചെയിൻ ഇല്ലീഗലാണ്. സോറി. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, അതായത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പേരിൽ വരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ ഈ പറയുന്ന പിരമിഡ് രീതിയിലാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാ കമ്പനികളും അല്ല, അതല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാലും മിക്കവാറും പെട്ടെന്ന് ആളുകൾ ചിന്തിക്കുന്നത് പിരമിഡ് സ്കീം എന്നുള്ളതാണ്. ഈ സ്കീമിൽ എന്തുകൊണ്ടായിരിക്കും ആദ്യകാലത്ത് പിരമിഡ് സ്കീമും അതുപോലെ തന്നെ മണി ചെയിനൊക്കെ തട്ടിപ്പായിട്ട് വന്നിട്ടുണ്ടാകുക? അതിൽ പ്രൊഡക്റ്റുകളൊന്നും ഇല്ലാതെ പൈസ മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ മണി ചെയിൻ എന്നും, അതുപോലെ തന്നെ അത് ഈ പിരമിഡ് രീതിയിൽ വന്നതുകൊണ്ടാണ്, അതായത് ഒരാൾ അവരെ താഴെ ഓരോ ആൾക്കാർ, താഴെ ഈ രണ്ടാൾക്കാർ അങ്ങനെ വന്നതുകൊണ്ടാണ് അതിന് പിരമിഡ് സ്കീം, ത്രികോണാകൃതി സ്കീമിൽ വന്നതുകൊണ്ടാണ് ഇതിനെയൊക്കെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം. പക്ഷേ അങ്ങനെ അല്ലാതെ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഇന്ന് നിലവിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിലവിലുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാർഗരേഖയും നിയമങ്ങളും കൃത്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ ഫെബ്രുവരി മാസം 19 നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. അവരുടെ ഭാഗമായിട്ടുള്ള വെബ്സൈറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അല്ലേ? നിങ്ങളൊക്കെ അറിയുന്നവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ത്രികോണാകൃതിയിൽ പിരമിഡ് സ്കീമിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളതിനെ ബൈനറി സ്കീം എന്നാണ് വിളിക്കുന്നത്. ഈ ബൈനറി സ്കീമൊന്നും അതുപോലെ തന്നെ ഒരുപാട് രീതികളുണ്ട്. നമുക്കിവിടെ തൽക്കാലം ബൈനറിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനൊന്നും ഒരു വിലങ്ങോ കാര്യങ്ങളൊന്നും എവിടെയും വെച്ചിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരം അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. നമുക്ക് മാനദണ്ഡങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്ന്, ഉൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ചാർജുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ജോയിനിങ് ബോണസുകൾ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴേ എൻ്റെ മുമ്പ് ഒരാൾ പരിചയപ്പെടാൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നെ കാണാൻ വരും. പുള്ളി ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. പക്ഷേ പുള്ളി എന്നെ കാണാൻ വന്നപ്പോഴേ പുള്ളിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നൊരു ഉൽപ്പന്നം എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഈ ഒരു പ്ലഗിൽ
ഒരു സാധനം കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഓണാക്കി കഴിഞ്ഞാൽ ഈ പല്ലി പാറ്റ ഈച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാറി പോവും. ഇങ്ങനെ അൾട്രാസൗണ്ടിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു അലമ്പ് സൗണ്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ഒരു ആപ്ലിക്കേഷൻ അല്ല ഒരു സാധനങ്ങൾ കാണാൻ അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഗുണമുണ്ട്, പക്ഷെ ഇതെല്ലാവരും ഗുണം ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്റ്റുകളെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാതെ തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ആയിരിക്കണം. അതുണ്ടെങ്കിൽ അതിനൊരു ജെനുവിൻ കമ്പനിയാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകളും കമ്പനി എന്ന് പറയുമ്പോഴും ഡിസ്ട്രിബ്യൂഷിപ്പാണ്. ഈ ഡിസ്ട്രിബ്യൂഷിപ്പ് കഴിഞ്ഞാൽ കിട്ടിയാൽ തന്നെ നമുക്ക് മെയിൻ 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം ഉണ്ടാക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോഴും നമുക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാം. കാരണം ഈ ഇപ്പോഴത്തെ നിയമപ്രകാരം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്, അത് വിൽക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കച്ചവടം സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അത് ബൈനറി മാതൃകയിൽ എൻ്റെ ഓർഗനൈസേഷൻ 1 2 അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാം. പ്രൊഡക്റ്റ് കൊടുക്കുക മീൻസ് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. അവർ കച്ചവടം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കച്ചവടം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു റവന്യൂ കിട്ടും. നമ്മളെ ഒരു കമ്പനി സെയിൽസ് മാനേജറാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അണ്ടറിൽ ആളുകളുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന മാർക്കറ്റിങ്ങിന് ഒരു കമ്മീഷൻ നമുക്ക് കിട്ടുന്നില്ലേ? അതുപോലെ തന്നെയാണിത്. അതേ സമയത്ത് ആളെ വന്നാൽ കഴിഞ്ഞാൽ, ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇല്ലീഗലായി മാറുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ചുമ്മാ ഒരാവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഉണ്ടെന്ന് പറഞ്ഞ പേരിൽ അതായത് ടോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇല്ലീഗലാണ്. അത് നിങ്ങൾ ചിന്തിക്കുക. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ അവിടെ സെയിൽസിനെ കൊണ്ടുവരാൻ പാടുള്ളൂ. അതാണ് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ മാത്രമേ വരുമാനം ഉണ്ടാകാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും ചില ആളുകൾ പറഞ്ഞു തരുന്നില്ല. ഇതൊക്കെ എടുത്ത് എന്താ പറയുക, നമ്മൾ ഇത് MLM അതാണ് ഇതാണെന്ന് പറഞ്ഞ ചില കമ്പനി ആളുകളുണ്ടല്ലോ, അവർ ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, ഇതിനെതിരെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും പറയുന്നൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. താങ്ങാനാവാത്ത ഉൽപ്പന്നങ്ങൾ, അതായത് കൂടുതൽ കാശ് കൊടുത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകളോ ആയിരുന്നില്ല പ്രശ്നം. ഇതിൽ പ്രൊഡക്റ്റ് ആവശ്യമില്ലാതെ കൂടുതൽ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടെ കമ്പനി അല്ല ശരിക്കും ഇല്ലീഗലായി മാറുന്നത്. അതിൽ ഇങ്ങനെ ഇത്ര പൈസ പ്രൊഡക്റ്റ് എടുക്കണമെന്ന് പ്രേരിപ്പിച്ച ആ ലീഡേഴ്സാണ് യഥാർത്ഥത്തിൽ ശരിക്കും പുറത്താക്കപ്പെടേണ്ടത്. അതൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടാവും, അത് വേറൊരു കാര്യം. മറ്റൊരു കാര്യം, ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ അതിപ്പം എക്സ്പയർ ആവാത്തതാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്കത് കിട്ടി, എനിക്ക് ഇത് കിട്ടി, അത്തരത്തിലുള്ള ബിഗ് പ്രൊമോഷൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു റൂള് യഥാർത്ഥത്തിൽ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഗൈഡ് ലൈനിലുണ്ട്. അത് പക്ഷേ എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. പിന്നെ പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഉൽപ്പന്നമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് അറിയാം, ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റണം ഈ ഉൽപ്പന്നങ്ങൾ. അത് അല്ലാതെ ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ ഉൽപ്പന്നം വാങ്ങിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണെങ്കിൽ അത് പക്ക ഇല്ലീഗലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സംഭവം നിലവിൽ വളരെ ശക്തമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഇന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മൊത്തം ഒരു സ്കാമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്യുന്നവരോടാണ്, അതായത് ഈ ഒരു മേഖലയിൽ കൃത്യമായിട്ട് ചെയ്യുന്നവരോടാണ് ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത്. ഒരുപാട് കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ പ്ലാനുകൾ കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ ആ പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം.
അല്ലെങ്കിൽ മണി ചെയിൻ പോലുള്ള കമ്പനികൾ ഇപ്പോൾ റണ്ണാവുന്നെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിനൊക്കെയുള്ള കൺസ്യൂമർ അഫെയർ മിനിസ്ട്രി, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് RBI, അങ്ങനെ ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് റിപ്പോർട്ടൊന്നും ചെയ്യാതെ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും സ്കാമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഭയങ്കര ഒരു പ്രശ്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയ ഒരു കടലിൽ ഒരു സ്പൂണ് വെള്ളം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും. മാത്രമല്ല ഏതോ ഒരു വലിയൊരു മഹാപാട്ടുണ്ട്, കോമ്പൗണ്ടിങ് ആണ് ഏറ്റവും വലിയ ഒരു, അല്ലെങ്കിൽ ലോകത്തെ 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും നമ്മളൊരു കൂട്ടം ഗ്രൂപ്പായി ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരുപാട് സാധ്യതകളൊരു മേഖലയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ ആക്കാം. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു എന്ന് പറയുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്.